എനിക്ക് തോന്നുന്നത് ശ്രീ വി ഡി സതീശൻ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും അനുയോജ്യനായിട്ടുള്ളൊരു ശിഷ്യനാണെന്നുള്ളതാണ്. കാരണം കാര്യങ്ങൾ മനസ്സിലാക്കാതെ വായി തോന്നിയത് പറയുക എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വി ഡി സതീശൻ അതിന് പറ്റിയൊരു ശിഷ്യനായതുകൊണ്ട് അതേ പാതയിലാണ് ഇപ്പോൾ വി ഡി സതീശനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രീ എസ് ഗുരുമൂർത്തി എന്ന് പറയുന്ന ആൾ, അദ്ദേഹം RSS നേതാവാണ് എന്നുള്ളത് വി ഡി സതീശൻ്റെ ഒരു ആരോപണമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. രാജ്ഭവൻ്റെ ഇൻവിറ്റേഷൻ ഞാൻ കണ്ടിട്ടില്ല. രാജ്ഭവൻ്റെ ഇൻവിറ്റേഷനിൽ അദ്ദേഹത്തിൻ്റെ RSS ഭാരവാഹിത്വം പരാമർശിച്ചിട്ടുണ്ടോ എന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ അറിഞ്ഞിടത്തോളവും ഞാൻ വായിച്ച് മനസ്സിലാക്കിയിടത്തോളവും എസ് ഗുരുമൂർത്തിയെക്കുറിച്ച് ആർക്കെങ്കിലും മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റിൽ വളരെ കൃത്യമായിട്ട് വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അക്കാഡമിക് ക്രെഡൻഷ്യൽസിനെ കുറിച്ച്, അദ്ദേഹം നടത്തിയിട്ടുള്ള കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, ഈ രാജ്യത്ത് ബൊഫോഴ്സ് ഇടപാട് പുറത്തു കൊണ്ടുവരുന്നതിലും ആ കാലത്ത് അന്നത്തെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ, അതായത് മുൻ പ്രധാനമന്ത്രി ശ്രീ രാജീവ് ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകളുടെ ഈ കാര്യത്തിലുള്ള പങ്ക് വെളിച്ചത്ത് കൊണ്ടുവരുന്നതിലുമൊക്കെ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് ശ്രീ എസ് ഗുരുമൂർത്തി. എസ് ഗുരുമൂർത്തിയെ ഇന്ത്യയിലെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ആ കാലത്ത് അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ, ഈ കൂട്ടത്തിൽ മാധ്യമപ്രവർത്തകർ കുറച്ച് ചരിത്രം വായിച്ചിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ആ ലേഖനങ്ങളൊന്ന് വായിച്ചു പഠിക്കണം.